നമ്മള് വെക്കുന്നതിന് കിട്ടുന്നുണ്ടോ? ആ പൊതുവെ സമ്മാനം കുറവല്ലേ? ആൾക്കാരല്ലേ ഇത് ഈച്ച അടിച്ചിരിക്കും. ഒന്ന് 500 31 500 ആ 30 200. അപ്പൊ 500 200 ഒക്കെ കൂടുതൽ അടിക്കുന്നുള്ളൂ അല്ലേ? പൂര ആക്കിയപ്പോ തന്നെ ബുദ്ധിമുട്ടുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാ. ആണല്ലേ? കേരള സംസ്ഥാന ഭാഗ്യരുടെ സമ്മാനങ്ങൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് ചില ആൾക്കാർ അവകാശപ്പെടുമ്പോഴും ചില ഏരിയയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. നമസ്കാരം, ബാല്യന് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ കാണുക. ലോട്ടറിയുമായി ബന്ധപ്പെട്ട അനേകം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയ വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യും. നാട്ടുവിശേഷങ്ങൾ അടങ്ങിയ വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. ചാനൽ ഇഷ്ടമായാൽ, നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ നറുക്കെടുപ്പ് മെഷീനിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? ഈ നറുക്കെടുപ്പ് മെഷീനിൽ ഒരു മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകും. ലോട്ടറി വിൽക്കുന്നവർക്ക് മാത്രമല്ല, ലോട്ടറി എടുക്കുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുകൊണ്ടൊരു പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മെഷീനിൽ ഒരു മാറ്റം വരണം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു ദിവസത്തെ റിസൾട്ട് ആകെപ്പാടെ 19 നമ്പറിന് 5000, 19 നമ്പറുകൾക്കാണ് 5000 കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 19 നമ്പറുകൾക്ക് 5000 കൊടുക്കുന്ന സമയത്ത് ആ നമ്പറുകളിൽ തന്നെ ഒരു 3 അല്ലെങ്കിൽ 4 ഒരേപോലത്തെ നമ്പറുകൾ വരികയാണ്. അതായത് ഒരു 9000-ൻ്റെ ബ്ലോക്കിൽ ഒരു 3000, ഒരു അല്ലെങ്കിൽ 2000, അതുപോലെ 1000-ൻ്റെ ബ്ലോക്കുകളിൽ ഒരു 3000, അങ്ങനെ ഒരു കേന്ദ്രീകൃതമായി ഒരു 3-4 ബ്ലോക്കുകളിൽ മാത്രം ഈ മെഷീനിലെ നമ്പറുകൾ കറങ്ങി വീഴുകയാണ്. 0 മുതൽ 9 വരെയുള്ള ആ നമ്പറുകൾക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ നമ്പറുകൾക്കും സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു ഘടന വന്നില്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് സാധാരണ ഉപജീവനമാർഗത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സാധാരണ തൊഴിലാളികളെ, ടൗണുമായി ബന്ധപ്പെട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. വലിയ വലിയ ലോട്ടറി ഏജന്റുകാർക്ക് അല്ലെങ്കിൽ ലോട്ടറി കടകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യം നേരിൽ കണ്ട കാഴ്ചയാണ്. കാരണം അവരുടെ ടിക്കറ്റുകൾ കൃത്യമായിട്ട് ചിലവാകും. അവർക്ക് പല ബ്ലോക്കുകൾ ടിക്കറ്റുകൾ വിൽക്കാൻ സാധിക്കും. 0 മുതൽ 9 വരെയുള്ള ബ്ലോക്കുകൾ അവർക്ക് കിട്ടും. അതായത് ലോട്ടറി ഓഫീസുകളിൽ നിന്ന് അവർക്ക് തീർച്ചയായിട്ടും 0 മുതൽ 9 വരെ എടുത്ത് വിൽക്കാൻ സാധിക്കും. പക്ഷെ ഒരു നടന്ന കച്ചവടക്കാരനെ സംബന്ധിച്ചോളം അവനെ കൂടി വന്നാലും 120 അല്ലെങ്കിൽ 200 ടിക്കറ്റുകൾ മാത്രമേ എഴുതി വിൽക്കാൻ, ചെറിയൊരു തട്ടുമായിട്ടിരിക്കുന്ന ആൾക്കും അതേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഈ ടിക്കറ്റുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് അവർക്ക് മാറി മാറി നമ്പറുകൾ കിട്ടണം. ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ പരാതി പറയുന്നതിൻ്റെ മെയിൻ കാരണം, ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു കൂട്ടിക്കൽ പഞ്ചായത്ത്. നമ്മുടെ ഉരുൾപൊട്ടലൊക്കെ നടന്ന അല്ലെങ്കിൽ ഒരുപാട് ജീവനുകൾക്ക് നഷ്ടമായ ഒരു പ്രകൃതി ദുരന്തങ്ങൾ 2021 സാക്ഷ്യപ്പെട്ട അന്ന് മഹാപ്രളയത്തിൽ നിന്ന് നമ്മൾ കരകയറി വരുന്ന ആ കൂട്ടിക്കൽ പഞ്ചായത്തിൽ താമസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ കൂട്ടിക്കൽ പഞ്ചായത്തിൽ താമസിക്കുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം ഏരിയയിലുള്ള ലോട്ടറികൾ കടകൾക്കും ആ കടകളിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റുകളെയാണ് വിൽക്കാനും അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ഒരു ഉപജീവന മാർഗത്തിനായി ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന ആരോപിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പൊൻകുന്നം മുതൽ മുണ്ടക്കയം വരെയുള്ള എല്ലാ ഏരിയയിലെയും ടിക്കറ്റുകൾ ഏകദേശം ഒരേപോലത്തെ ബ്ലോക്കുകളായിരിക്കും. അതായത് 2000-ൻ്റെ ബ്ലോക്കെങ്കിൽ 2000-ൻ്റെ ബ്ലോക്കുകൾ പല, അതിനകത്ത് 2100, 200, 300 അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നു. പക്ഷേ ഈ ടിക്കറ്റുകൾ വിറ്റു മാറാൻ കച്ചവടക്കാർക്ക്, നടന്നു വിൽക്കുന്ന കച്ചവടക്കാർക്ക് എളുപ്പമായിട്ട് ടിക്കറ്റ് വിറ്റുകൾ മാറണേ എല്ലാ ബ്ലോക്കുകളിലുള്ള ടിക്കറ്റുകളും അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഈ വിൽക്കാൻ പാടുള്ളൂ. അതുപോലെ പ്രൈസ് അടിക്കുന്ന ടിക്കറ്റുകളും അങ്ങനെ പല ബ്ലോക്കുകളുള്ള നമ്പറുകൾ കിട്ടിയാൽ മാത്രമേ, പല ബ്ലോക്കിൽ കൃത്യമായിട്ടും പ്രൈസുകൾ വീണാൽ മാത്രമേ ഇത് വിൽക്കാൻ പറ്റുള്ളൂ. ഇത് ഒരേ ബ്ലോക്കിൽ തന്നെ പല തവണ ഇതുപോലത്തെ നമ്പറുകൾ ഒരേ ദിവസം തന്നെ വീഴുകൊണ്ടിരിക്കുക. ഈ ഒരു രീതിക്ക് മാറ്റം വരണമെങ്കിൽ ഒന്നെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിനെക്കുറിച്ച് ഒരു അവബോധം, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ പഠിക്കാനുള്ള ഒരു മനസ്സിനകത്ത് കാണിക്കണം എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. പ്രൈസ് ഒക്കെ അടിക്കുന്നുണ്ടോ അച്ഛാ? ഉണ്ടോ? പ്രൈസ് ഉണ്ടായിരുന്നു ഈ ആഴ്ച? ഈ ആഴ്ച 500 അടിച്ചായിരുന്നു. ആണോ? ഏറ്റവും കൂടുതൽ പ്രൈസ് ഏതാ അടിച്ചേ? 5000. 5000. എത്ര നാളായി? ശനിയാഴ്ച അടിച്ചായിരുന്നു. ശനിയാഴ്ച. ആ, ഓഫീസിൽ നിന്നാണ് എടുക്കുന്നത്? ലോട്ടറി ഓഫീസിൽ നിന്നാണ് എടുക്കുന്നത്? അല്ല, ഇവിടെ എടുക്കുന്നത് ശ്രീമുരുക. ശ്രീമുരുകായിരുന്നു. ആ, ശരി. കച്ചവടം എങ്ങനെയുണ്ട് ഇപ്പൊ? ആ, 50 രൂപ ആക്കിയപ്പോ തന്നെ ബുദ്ധിമുട്ടുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാ. ആണല്ലേ? പ്രകാശം കുരുവിള. ആ, ഓഫീസിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്? മീനാക്ഷി. മീനാക്ഷി. സമ്മാനമൊക്കെ? സമ്മാനം ഉടനെ. ആ, അടുത്ത കാലത്ത് ഏതാ പ്രൈസ് അടിച്ചേ? അത് 31, 85,
31 ആ 85 30. എത്ര രൂപ പ്രൈസ് ആയിരുന്നു? ഒന്ന് 500 31 500 ആ 30 200. അപ്പൊ 500ഉം 200ഉം ഒക്കെ കൂടുതൽ അടിക്കുന്നുള്ളൂ അല്ലേ? നിവർത്തിയുടെ കൊണ്ട് പറഞ്ഞതാ. ആ ആ ആ കാല് വയ്യാത്ത. ശരി ആയിക്കോട്ടെ, വലിയ സമ്മാനങ്ങൾ അടിക്കട്ടെ. ഓക്കെ, താങ്ക്സ്. ആ ആ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ എന്തോ പറയാനാ, ആ ഇതെല്ലാം പറഞ്ഞു മടുത്ത കാര്യങ്ങൾ. ആണല്ലേ? അതെ, ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ മടുത്തു. ഓഫീസിൽ നിന്നാണ് എടുക്കുന്നത് അതോ? ഓഫീസിൽ നിന്ന് ഒരാൾ ഹോൾസെയിൽ എടുക്കും, ആ. പുള്ളി എനിക്ക് തരും. ഉം. പൊതുവെ സമ്മാനം കുറവല്ലേ? ഇല്ല, ആൾക്കാരല്ലേ ഇത് ഈച്ച അടിച്ചിരിക്കും. ഈച്ച അടിച്ചിരിക്കും. അല്ല, ഒന്ന് രണ്ടൊക്കെ ഈ സമയത്ത് ആകുമ്പോ കടപെടാന്നൊക്കെ പോകും. ഇത് വിൽക്കുന്നതിന് കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും ഒന്നും കിട്ടിയല്ല. ആ ഞങ്ങളിപ്പം മുണ്ടക്കന്ന് കാരപ്പള്ളി നിന്നൊക്കെ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഏരിയ ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ നിലവിൽ പ്രൈസ് ഇല്ല. ഞങ്ങൾക്കൊക്കെ ആണെച്ചാൽ ഈ 50 രൂപ ആയതിനു ശേഷം കച്ചവടം കുറഞ്ഞു വയ്ക്കും. ടൗണിൽ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ ദിവസം 5000 അടിച്ചല്ലേ? 10 17 അത് കഴിഞ്ഞ് 100 1000 2000. അപ്പൊ അങ്ങനെ വരുമ്പോ ചേട്ടനൊക്കെ ഭാഗ്യവാൻ. എന്നാന്നറിയോ, ഇത്രയൊക്കെ പ്രൈസ് കാണിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യമായി. നമുക്ക് ഇങ്ങനത്തെ നമ്പർ പോലും കിട്ടുന്നില്ല ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം തന്നെ. ആ എത്ര 700? 200? ആ 200 അല്ലേ? 200. അപ്പൊ ഞാൻ സത്യം പറയട്ടെ, ഞാൻ സത്യം പറഞ്ഞാല് 600 ടിക്കറ്റ് വിറ്റോണ്ടിരുന്നതാ. അപ്പൊ ഈ 50 രൂപ ടിക്കറ്റ് ആയി കഴിഞ്ഞപ്പോ ഈ പ്രൈസ് അപ്പൊ ഞാൻ പറഞ്ഞതെന്നറിയോ, ഈ അത്രയും ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്ന കാലഘട്ടത്തില് നമുക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ 50 രൂപ ആക്കിയപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് ടിക്കറ്റ് എടുക്കാൻ ആളില്ലാതായി. അപ്പൊ ടിക്കറ്റ് കുറഞ്ഞു. ഇപ്പൊ 120 ടിക്കറ്റ് നമ്മൾ വിൽക്കുന്നത്. അതിനകത്ത് പ്രൈസ് അടിക്കണ്ടേ? ഇത് ബുക്കായിട്ടാണ് എടുക്കുന്നത്. എല്ലാവർക്കും അടിക്കണം ആഗ്രഹിക്കുന്നു. എല്ലാവരും ഞാൻ പഠിച്ച ഭാഗ്യത്തിലാണ്. എനിക്ക് ഏതെങ്കിലും ഇതിലും ഞാൻ കണ്ടു. ആ 3 കട കണ്ടിരിക്കുന്നത്. ഒരു കടയും തന്നെയല്ല, 3 കടകളുണ്ട്. അപ്പൊ അതേപോലെ മീനാക്ഷി, ഭാഗ്യലക്ഷ്മി, ഇവിടെ ഗണപതിയോ? അങ്ങനെ എടുക്കുമ്പോ ഏതെങ്കിലും അടിക്കും. ഒരിടത്തും തന്നെ അടിക്കും. പേരുടെ അല്ലെങ്കിൽ സുമാരൻ. ആ ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.